ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പുനരധിവസിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ അടുക്കള സാധനങ്ങൾ കൈമാറുകയാണ് കണ്ണൂരിലെ ദയാ ചാരിറ്റബിൾ സൊസൈറ്റി. റിപ്പോർട്ടർ ടിവിയുമായി സഹകരിച്ചാണ് 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ദയാ ചാരിറ്റബിൾ സൊസൈറ്റി വിതരണം ചെയ്തത്. കണ്ണൂരിൽ നിന്ന് KV സുമേഷ് MLA അടുക്കള ഉപകരണങ്ങളുമായുള്ള വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട്ടിൽ അല്പസമയം മുമ്പ് ഇന്നലെ ഞാൻ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറിന് ഏൽപ്പിച്ചു. ഷംഷാദ് മരക്കാർ ഈ സാധനങ്ങൾ കളക്ട്രേറ്റിലും ഏൽപ്പിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ അടുക്കള സാധനങ്ങളാണ് ദയാ ട്രസ്റ്റ് റിപ്പോർട്ടർ TV ഏൽപ്പിച്ചത്. നമ്മളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറിന് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ അടുക്കളയിൽ സാധനങ്ങൾക്കൊന്നും ഇനി പഞ്ഞമുണ്ടാവില്ല. അടുക്കളയിലെ പ്രഷർ കുക്കർ മുതൽ ഗ്ലാസ് വരെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. 10 ലക്ഷം രൂപയുടെ അടുക്കള സാധനങ്ങൾ കാണാം. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ്. ഒരുപാട് പേർ മേപ്പാടിയിലേക്ക്, കൽപ്പറ്റയിലേക്ക്, മുണ്ടക്കൈയിലേക്ക്, ചൂരൽമലയിലേക്ക് സഹായഹസ്തവുമായി വരുന്നുണ്ട്. പുന്നപ്പുഴ ഒഴുക്ക് തിരിച്ചു പിടിച്ചു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒഴുക്ക് തിരിച്ചു പിടിക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് കണ്ണൂരിലെ ബ്രിട്ടീഷ് ഷെഫിൻ്റെ ദയാ ട്രസ്റ്റിൽ നിന്നുള്ള ഭാരവാഹികളാണ്. അവർ ഇവിടുത്തെ ദുരിതബാധിതർക്കായി ഒരു കൈത്താങ്ങായി ഒരു സഹായവുമായാണ് നമുക്കൊപ്പം എത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംഷാദ് മരക്കാറുണ്ട്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ഉണ്ട്. ആദ്യം നമുക്ക് ട്രസ്റ്റ് ഭാരവാഹിയെടുത്തേക്കൊന്ന് പോകാം. അൻഷാദാണ് നമ്മുടെ പേര്. നിതിൻ റെഗിൻ. നിങ്ങൾ ബ്രിട്ടീഷ് ഷെഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ദയാ ട്രസ്റ്റ് അല്ലേ? ദയാ ട്രസ്റ്റ് എന്ന് പറയുന്നത് കണ്ണൂരിൽ ഒരുപാട് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ തന്നെ ഓണറായ ഡോക്ടർ NK സൂരജിൻ്റെ ഒരു സ്ഥാപനമാണ് ബ്രിട്ടീഷ് ഷെഫിൻ്റെ പുതിയ ബ്രാൻഡാണ്. അപ്പം നമ്മൾ പുതിയ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ഇറക്കി വരുന്ന സമയത്താണ് കളക്ടറേറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നത്. നമുക്ക് എന്താണ് നിങ്ങൾ ഇതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊരു സാമ്പിൾ മാത്രമാണ്, ബാക്കി വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ വിഷ്വൽസ് പ്രേക്ഷകർക്ക് കാണാം. എന്താണ് 10 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് അവർ ദുരിതബാധിതർക്കായി ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടറിലൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈമാറാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്? നമ്മളിപ്പം ഫ്രൈ പാന്, അതുപോലെ തന്നെ കുക്കർ, ഗ്ലാസ് വെയർ, ഡിന്നർ സെറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. അതായത് ഈ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ എത്ര വീടുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും? ഇതിപ്പം നമ്മൾ കണക്ക് പ്രകാരമാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 200 വീടുകളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. 200 വീട്ടുകാർക്ക്, എല്ലാം നഷ്ടപ്പെട്ട 200 വീട്ടുകാർക്ക് ഈ സെറ്റ് അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ അത്യാവശ്യം കാര്യം നടക്കും. അതെ, നമ്മൾ പുതിയ വാടക വീട്ടിലേക്ക് താമസിക്കുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ള അവർ പറഞ്ഞിരിക്കുന്ന ഗ്ലാസ് അടക്കം അവർ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലെ സാധനങ്ങൾ മുഴുവൻ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനി അത് ലിസ്റ്റ് ചെയ്യേണ്ടത് കളക്ടറേറ്റിൽ പോയിട്ടാണ് അല്ലേ? നമുക്കൊപ്പം സംഷാദ് മരക്കാരുണ്ട്. ഇത് സംഷാദ് മരക്കാരെ ഏൽപ്പിക്കാനുള്ള കാരണം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും തീർച്ചയായും സർക്കാരും ഒക്കെ ഒരുമിച്ച് നിന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യന്തം മുതൽ സംഷാദ് മരക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഒപ്പം ഈ പുനരധിവാസത്തിൻ്റെയും ഭാഗമായിട്ട് കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് റിപ്പോർട്ടറിനെ ഇത് ഏൽപ്പിക്കുന്നത് അൻഷാദാണ്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റാണ് ഞാൻ കൈമാറുക. എന്നിട്ട് സാധനങ്ങൾ നമ്മൾ സംഷാദ് മരക്കാരെ ഏൽപ്പിക്കും. സംഷാദ് മരക്കാർ അത് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോദിക്കാം. ഇത്രയും അധികം പ്രവർത്തനം നടത്തിയ റിപ്പോർട്ടർ ചാനലിനെ തന്നെ ഇത് ഏൽപ്പിക്കണം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചാനലുമായിട്ട് തന്നെ ബന്ധപ്പെട്ടത്. സന്തോഷമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതേപോലെ ഒരുപാട് സഹായം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മനുഷ്യർ. അക്ഷരാർത്ഥത്തിൽ ആ ക്യാമ്പിൽ വരുമ്പോഴേ നിങ്ങൾക്ക് അവരുടെ അവസ്ഥ അറിയത്തുള്ളൂ. ഇതൊന്നും കൊണ്ടൊന്നും ആവില്ല, പക്ഷേ എങ്കിലും ഓരോന്നായി നമുക്ക് ശരിയാക്കി വരാം. ഇനി ഫർണിച്ചർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിലൂടെ മുഴുവൻ ആളുകൾക്കും അത് നമ്മൾ വിതരണം ചെയ്യും. ഇപ്പോൾ ഇത് ഈ 200ഓളം വീടുകൾക്കുള്ള മുഴുവൻ കിച്ചൺ സെറ്റുകളും റിപ്പോർട്ടറിലൂടെ ദയാ ട്രസ്റ്റ് നമുക്ക് കൈമാറുകയാണ്. എന്നാൽ പിന്നെ ആ ചടങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ലിസ്റ്റുകൾ മുഴുവനുണ്ട്. ഈ വാഹനത്തിലുള്ള മുഴുവൻ ലിസ്റ്റും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അത് സംശയിക്കേണ്ട. നമ്മൾ സംഷാദ് മരക്കാരന് കൊടുക്കുകയാണ്. സോ അത് ഏറ്റെടുക്കുക. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് പോകുന്നവർക്കൊന്നുമില്ല. അങ്ങനെ ഉടുതുണിയിൽ ഓടി വന്ന ആളുകളാണ്. അപ്പോൾ അവരെ വാടക വീട് നമ്മൾ കൊടുക്കുമ്പോൾ ഗൃഹോപകരണങ്ങൾ മിനിമം റിക്വയർമെൻറ്റ് നമ്മൾ കൊടുക്കണമെന്നുള്ളത്, കൊടുത്താൽ മാത്രമേ അവർക്ക് അവിടെ ഒരു റീബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മളൊരു ജനകീയമായ ഒരു കളക്ഷനൊക്കെ നടത്തി അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മളൊരു ക്യാമ്പ് തുടങ്ങി. ഒരു കളക്ഷൻ പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം ഓരോ ബേസിക് കിറ്റുകളാക്കിയതിന് ശേഷം ഈ വാടക വീട്ടിലേക്ക് പോയ ആളുകൾക്ക് ഈ ബേസിക് കിറ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ വാടക വീട്ടിലേക്ക് കുറച്ച് ആളുകൾ പോയിട്ടുണ്ട്. ആ ആളുകൾക്കുള്ള ബേസിക് കിറ്റിൻ്റെ വിതരണം 2 ദിവസം കൊണ്ട് കൃത്യമായി നമുക്ക് കിട്ടിയാൽ കുറച്ച് പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും ആയിട്ടില്ല. കുറച്ച് സാധനങ്ങളുടെ കുറവുണ്ട്. കട്ടിൽ, കിടക്ക, തലയണ, പാത്രങ്ങൾ, ഫാന് കുറവുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന മുറയ്ക്ക് ഒരു ബേസിക് കിറ്റ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആയാൽ ആ ബേസിക് കിറ്റ് 2 ദിവസം കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അവരുടെ വാടക സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു നൽകും. 10 ലക്ഷം. ഒരുപാട് സന്തോഷമായി. നമ്മൾ ഇന്നലെ നടന്ന
ചാനൽ ചർച്ചയിൽ പിന്നെ റിപ്പോർട്ടർ ചാനൽ അനിൽ സാർ ഒരു വാഗ്ദാനം പറഞ്ഞിരുന്നു. അത് എത്രത്തോളം പ്രായമായ ആകുന്നു നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നിമിഷമാണ് ഇപ്പോൾ ഇങ്ങനെ കിറ്റ് കുറഞ്ഞ മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയത്. നടക്കാത്ത കാര്യങ്ങൾ പറയത്തില്ല ബാബു. അത് മാത്രമല്ല DDMA ആക്ട് അല്ലെ, അത് ആ സന്തോഷം കൂടെ നമ്മൾ പറയാം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഷംസാദ് മരക്കാർ പറഞ്ഞത് അത് ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ച് തന്നെ വാടക വീടുകൾ കണ്ടെത്തണമെന്നുള്ളതാണ്. ഇപ്പോൾ അത് ഉത്തരവായി രാവിലെ അത് നമ്മൾ ഇന്നലെ ചർച്ചയിൽ ഉന്നയിച്ചതാണ്. ചർച്ചയ്ക്ക് മുമ്പ് നമ്മൾ ചില വേദികളിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ ചർച്ചയോടുകൂടി അതിലൊരു തീരുമാനമുണ്ട്. അത് നമ്മളെ ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവർ കാണിക്കുന്ന ഒരു വീട് DDMA ആക്ടിന്റെ വകുപ്പിൽ ചേർക്കുകയാണെങ്കിൽ ആ വീട് 6000 രൂപയ്ക്ക് അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതോടുകൂടി മേപ്പാടിയിൽ അവർ കണ്ടെത്തിയ ഇന്നലത്തെ നമ്മുടെ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വലിയ തുക അഡ്വാൻസ് ചോദിക്കുന്നു, വലിയ തുക വാടക ചോദിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രശ്നത്തെ ഈ DDMA ആക്ട് വെച്ച് നമുക്ക് അതിജീവിക്കാം. നമുക്ക് അവർക്ക് വീടുകൾ അവർ കണ്ടെത്തുന്നത് ഈ ആക്ടിൽ ഉൾപ്പെടുത്താം. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കാം. ഇതുപോലെ ഉപകരണങ്ങൾ വന്നാൽ ബേസിക് കിറ്റായി അവരുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദുരന്തബാധിതരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിങ്ങൾക്കുള്ള എല്ലാ കിച്ചൺ സാധനങ്ങളും അത്യാവശ്യം വേണ്ടുന്ന ഒരു വാടക വീട്ടിലേക്ക് വേണ്ടുന്ന കിച്ചൺ സെറ്റുകൾ 10 ലക്ഷം രൂപയുടെ കിച്ചൺ സെറ്റുകൾ ദയാ ട്രസ്റ്റ് റിപ്പോർട്ടറിന് കൈമാറിയിട്ടുണ്ട്. നമ്മളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുകയാണ്. താങ്ക്സ് എ ലോട്ട് ആൻഡ് താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇനി ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദുരന്തബാധിതരായ 200-250ഓളം വീട്ടുകാർക്ക് എല്ലാവിധ കിച്ചൺ സാധനങ്ങളും കിട്ടും. 10 ലക്ഷം രൂപയുടെ കിച്ചൺ സാധനങ്ങളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. അതിപ്പോൾ കളക്ടറേറ്റിലേക്ക് നമ്മൾ കൈമാറിക്കഴിഞ്ഞു. എല്ലാം ഫ്രൈയിങ് പാൻ അടക്കം, പ്രഷർ കുക്കർ അടക്കം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു കുടുംബത്തിന് കഴിയാനുള്ള എല്ലാ പ്ലേറ്റ്, ഗ്ലാസ്, ദോശക്കല്ല്, ഗ്യാസ് സ്റ്റൗവിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം പ്രേക്ഷകർക്ക് ഇവിടെ ഈ വീട്ടിൽ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പോകേണ്ട. അത് നിങ്ങളുടെ വാടക വീട്ടിൽ സജ്ജീകരിക്കും. അതിന് കളക്ടറേറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കേറെ പ്രിയപ്പെട്ട ഷംസാദ് മരക്കാരെയാണ് നമ്മളത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഷംസാദ് മരക്കാൻ ഒരു മേൽനോട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പാണ് കാര്യങ്ങൾ കൃത്യസ്ഥലത്ത് തന്നെ എത്തും കേട്ടോ.